ഹായ് ഹലോ, പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതാണ്. ഇവിടെ അടുത്തൊരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. എല്ലാ ശനിയാഴ്ചയും രാവിലെ അവിടെ പോകുന്ന ഒരു പതിവുണ്ട്. അങ്ങനെ ഇന്ന് പോയിട്ട് വന്നതാണ്. ഇന്ന് നല്ല തിരക്കാണ്. ആദ്യത്തെ ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വിചാരിച്ചതേ, ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയപ്പോൾ ഈ വഴിനീള മാലിന്യങ്ങൾ എത്ര പറഞ്ഞാലും ആൾക്കാർ കേൾക്കത്തില്ലല്ലോ. നമ്മൾ കാറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വാഹനത്തിൽ വന്നിട്ട് പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ മാലിന്യം എറിയുന്ന ഒരു സ്വഭാവം മലയാളികൾക്ക് ഭയങ്കര വൃത്തിയാന്ന് പറഞ്ഞാലും അതൊക്കെ എറിയുന്നത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തൊക്കെ ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തിയാലും എത്രയൊക്കെ ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിയാലും ഈ ഒഴിഞ്ഞ സ്ഥലങ്ങൾ കാണുമ്പോൾ ഇത് കൊണ്ടിടുക എന്നുള്ളത് വലിയൊരു അവരൊരു എന്തോ ഒരു ആഹ്ലാദം അവർക്ക് അനുഭവപ്പെടുന്നു എന്നറിയത്തില്ല. അതേപോലാണ് വീട്ടിൽ നമുക്ക് എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഇപ്പം ഹരിതകർമ്മ സേനകളുണ്ട്. അവർ വന്ന് എല്ലാ പ്ലാസ്റ്റിക്കുകളും എടുത്തുകൊണ്ട് പോകാനായിട്ട് അവർ അവർ വരുന്നുണ്ട്. എന്നാലും ഈ പച്ചക്കറി വേസ്റ്റൊക്കെ സംസ്കരിച്ച് ചെടികൾക്കൊക്കെ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം. എന്നാലും ആൾക്കാർ ഇപ്പോഴും റോഡിൽ ഇങ്ങനെ മാലിന്യങ്ങൾ വലിച്ചെറിയുക എന്നുള്ളത് അവർക്കുള്ളൊരു ഒരു ഭയങ്കര ഒരു ഹരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്നാണ് തോന്നുന്നത്. വഴിനീള അതേപോലെ ചെറിയ ചെറിയ ഇടവഴികളിലെ കുറച്ച് ചെടികളൊക്കെ വളർന്ന് നിൽക്കുന്നിടത്തൊക്കെ ഈ സ്നഗ്ഗി, അതേപോലെ പച്ചക്കറിയുടെ വേസ്റ്റ്, അതേപോലെ മുട്ടയുടെ തോട് ഇതെല്ലാം ശേഖരിച്ച് വെച്ചിട്ട് കൊണ്ടുവന്ന് രാത്രി കാലങ്ങളിൽ ഇട്ടിട്ട് പോവുക എന്നുള്ളതാണ്. ഇത് ഭയങ്കര കുറ്റമാണ്. ഭയങ്കര പഞ്ചായത്ത് തലത്തിൽ ഇതൊക്കെ ഭയങ്കര പിഴ അടക്കിപ്പിക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. എന്തെല്ലാം ചെയ്താലും ആൾക്കാർക്ക് ഇപ്പോഴും അത് ഒരു ഹരം പോലെയാണ് ചില ആൾക്കാർ ഇത് കാണുന്നതെന്നാണ് തോന്നുന്നത്. എത്ര നമ്മൾ ഇപ്പം റോഡൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കാനും സൂക്ഷിക്കാനും ഒക്കെ പറഞ്ഞാൽ ഇതേ മലയാളികൾ മറ്റൊരു സ്ഥലത്ത് ചെല്ലുമ്പം അവർ അവിടുത്തെ എല്ലാ നിയമങ്ങളും പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും രസകരം. ഇപ്പം തന്നെ ദുബായിലോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഒക്കെ പോകുന്ന മലയാളികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ അവിടുത്തെ നിയമങ്ങൾ പാലിക്കും. ഇല്ലെങ്കിൽ കർശനമായ ശിക്ഷ അവർക്ക് കിട്ടുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അവിടെ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ 3 ഡപ്പ പോലെ വലുത് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോന്ന് ഇടാനും പച്ചക്കറി വേസ്റ്റ് ഇടാൻ, അതേപോലെ കരമാലിന്യങ്ങൾ ഇടാൻ, എല്ലാം ഇടാനായിട്ട് അവർ പ്രത്യേകം പ്രത്യേക ഡബ്ബകളുണ്ട്. അതിനകത്ത് കൊണ്ട് ഇട്ടില്ലെങ്കിൽ അവർക്ക് നല്ല ശിക്ഷ കിട്ടുകയും ചെയ്യും. വിദേശികളൊക്കെ നമ്മുടെ നാട് വരുമ്പോൾ നാട്ടിലെല്ലാം നല്ലതാണ്. പക്ഷേ ഈ വേസ്റ്റ് ഇങ്ങനെ ഇടുന്നത് കാണുമ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ആൾക്കാരുടെ ആ വൃത്തിയെക്കുറിച്ച് പുറം രാജ്യങ്ങളിൽ പറയുന്നത്. അതേപോലെ ഈ വേസ്റ്റ് അവിടെ ഇതുപോലെ കുപ്പികൾ, അതുപോലെ ഒഴിഞ്ഞ കുപ്പികൾ, നമ്മൾ വെള്ളം കുടിക്കുന്ന കുപ്പികൾ റോഡ് നീളെ അങ്ങ് ഇടുക. പിള്ളേരൊക്കെ ആണെങ്കിൽ ഈ 10 രൂപ കുപ്പിയിൽ ഒരു സൈസ് വെള്ളം ഉണ്ടല്ലോ, അത് കുടിച്ചിട്ട് റോഡ് നീളെ കുപ്പികൾ, അത് പഞ്ചായത്തിൽ വലിയൊരു ഇടാൻ വേണ്ടിയിട്ട് വലിയൊരു അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് വേസ്റ്റ് ഇടുന്ന ഒരു ഡപ്പ. എങ്കിലും അതിലിടത്തില്ല, അതിൻ്റെ തൊട്ട് താഴെ ഇടും. അതിങ്ങനെ തുറന്ന് ആ കുപ്പിയുടെ ആകൃതിയിൽ അവർ കമ്പി വെച്ച് വലുതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാ കുട്ടികളും ഇപ്പോൾ ഇവിടെ അടുത്തൊരു സ്കൂളുണ്ട്, സ്കൂളിന് മുൻപിൽ അത് വെച്ചിട്ടുണ്ട്, ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. എന്നാലും ആൾക്കാരെല്ലാം ഈ കുടിച്ച കുപ്പികളെല്ലാം തറയിലിടുന്നതാണ് മലയാളികളുടെ ഒരു ശീലം. കൊച്ചുനാളിലേ നമ്മൾ ആ വീട്ടിൽ നിന്ന് കുട്ടികളെ ആ വൃത്തി പഠിപ്പിക്കാത്തതിൻ്റെയും കൂടെ ഒരു കുഴപ്പമുണ്ട്. പണ്ടൊക്കെ ഒരുപാട് എല്ലാവർക്കും വസ്തുവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഈ വേസ്റ്റൊക്കെ നമുക്ക് ഇപ്പം പച്ചക്കറി അരിയുന്നതായാലും എല്ലാം നമ്മൾ തെങ്ങിൻ്റെ മൂട്ടിലോ അല്ലെ ഏതെങ്കിലും മൂട്ടിലൊക്കെ കൊണ്ടുകിടുക, അല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വാരിയിട്ട് കത്തിക്കാനും ഒക്കെ സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും 5 സെൻറ്റ് 2 സെൻറ്റ് 3 സെൻറ്റ് സ്ഥലങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ വേസ്റ്റൊന്നും കത്തിക്കാൻ സ്ഥലമില്ല. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ സ്നഗ്ഗി, കുട്ടികളുടെ സ്നഗ്ഗി, അതേപോലെ വയസ്സായ പ്രായമായ ആൾക്കാരുടെ ഉപയോഗിക്കുന്ന അതേപോലത്തെ സ്നഗ്ഗികൾ പോലുള്ളതൊക്കെ അത് കത്തിച്ചാൽ കത്തത്തുമില്ല. അതിങ്ങനെ വേസ്റ്റായിട്ട് എല്ലാവരുടെ അയ്യത്തും എല്ലാവരുടെ പറമ്പിലും എല്ലാം ഇങ്ങനെ കുന്നുകൂടി ഇട്ടേക്കുന്ന പെട്രോൾ ഒഴിച്ച് കത്തിച്ച് നോക്കിയാലൊന്നും അത് ആ ജെല്ല് എടുത്ത് കളഞ്ഞിട്ടൊക്കെ കത്തിച്ച് ഉണക്കിയൊക്കെ ചെയ്യുന്നത് കാണാം. പിന്നീട് വലിയ വലിയ കുഴികൾ കുഴിച്ച് അതിനകത്തോട്ട് ഡംപ് ചെയ്യുന്നത് ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കൊച്ചു കുട്ടികൾക്കാരും തുണിയൊന്നും വെച്ച് മൂത്രമൊന്നും എടുക്കുന്ന പതിവില്ല. എല്ലാ കൊച്ചുങ്ങൾക്കും സ്നഗ്ഗിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ സ്നഗ്ഗി ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് നനയുന്നതിൻ്റെ ഇറിറ്റേഷൻ ഇല്ല, കുട്ടികൾ നന്നായിട്ട് ഉറങ്ങും, എല്ലാം ശരിയാണ്. പക്ഷെ അത് കത്തിച്ച് കളയാനുള്ള ഒരു യാതൊരു ഇതുമില്ല. അതിനൊരു ആശുപത്രികളിലൊക്കെ അതിൻ്റേതായ ഒരു ഉപകരണമുണ്ട്, അതിനകത്ത് ഇട്ട് കത്തിച്ച് കളയുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ വീടുകളിലൊന്നും അതൊന്നും ആയിട്ടില്ല. എല്ലാവരുടെ വീടിൻ്റെ സ്ഥലത്തും ഇതുപോലെ കെട്ടി കെട്ടി വെച്ചേക്കുന്നത് കാണാം സ്നഗ്ഗിയൊക്കെ. അതും ഒരു വലിയൊരു ബുദ്ധിമുട്ടായിട്ടാണ് നമുക്കിപ്പോൾ തോന്നുന്നത്. അതേപോലെ ഈ മാലിന്യ സംസ്കരണ അവർ
ഹരിതകർമ്മ സേനയിലെ ആൾക്കാർ വരുമ്പോൾ അവർക്ക് 50 രൂപ കൊടുക്കാൻ എല്ലാവർക്കും മടിയാണ്. അവർ വന്നിട്ട് ഈ പ്ലാസ്റ്റിക്, ഒരുവിധം പ്ലാസ്റ്റിക്കൊക്കെ ഇപ്പം നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ നീങ്ങുന്നത് തീർച്ചയായിട്ടും ഈ ഹരിതകർമ്മ സേനകളിലെ അംഗങ്ങൾ വന്നത് ഊർജിതമായിട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. അതുപോലെ അത് പഞ്ചായത്ത് തലത്തിൽ നല്ല രീതിയിൽ ഇപ്പം അതിൻ്റെ കണക്കുകളും എല്ലാം അവർ കറക്റ്റിന് ഏൽപ്പിക്കുകയും വേണം. അപ്പോഴിപ്പം ഹരിതകർമ്മ സേനയിലെ ഒരു അംഗം എന്നോട് പറഞ്ഞതാണ്, 50 രൂപ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 3-4 പ്രാവശ്യം ഒരു വീടുകളിൽ പോകേണ്ടി വരും. എത്രയോ രൂപയ്ക്ക് നമ്മൾ തുണിയൊക്കെ എടുക്കുന്നു, മീൻ വാങ്ങിച്ച് എടുക്കുന്നു, പച്ചക്കറി വാങ്ങിക്കുന്നു, ഇറച്ചി വാങ്ങിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു. ഈ ഒരു സ്ത്രീ 50 രൂപ ആദ്യം പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് പോകുമ്പോൾ 50 രൂപ ചോദിക്കുമ്പോൾ ഇല്ല, പിന്നെ വരാൻ പറയും. പിന്നെ ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ ആൾ കാണത്തില്ല, പിന്നെ വരാൻ പറയും. അങ്ങനെ ഒരു വീട്ടിലേക്ക് 50 രൂപയ്ക്ക് അവരെത്ര പ്രാവശ്യം കയറി ഇറങ്ങുമെന്നാണ് അവർ പറയുന്നത്. എന്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ പഞ്ചായത്തിലും ഒരു 2 ഹരിതകർമ്മ സേന അംഗങ്ങളുണ്ട്. അവർ കറക്റ്റ് ആ കണക്ക് അവിടെ കൊടുത്തിരിക്കുകയും വേണം. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്നിട്ട് ആ കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് ആ പൈസ തിരിച്ചു മേടിക്കാനും പാടാം. പിറ്റേ മാസമാകുമ്പോൾ അത് 100 രൂപയാവും. പിന്നെ അതിന് ഇച്ചിരി കൂടെ പ്രശ്നമാണ്. അത് അങ്ങനെയുണ്ട്. ചിലർ മനഃപൂർവ്വം കൊടുക്കത്തില്ല, അവർക്ക് അതിന് പൈസ ഇല്ലെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ വീട്ടിൽ പ്ലാസ്റ്റിക് ഇല്ല, ഞങ്ങൾക്ക് 50 രൂപ തരാനും ഇല്ല. വേറെ ഏതെങ്കിലും രാജ്യത്ത് ഇത് നടക്കുമോ? ഇല്ല, ഒരു രാജ്യത്ത് നടക്കത്തില്ല. ഒരു നിയമം ഒരെണ്ണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഗവൺമെൻറ് കൊണ്ടുവരുന്ന എല്ലാ നിയമങ്ങളും നമ്മൾ പാലിക്കുന്നത് പോലെ ഈ നിയമവും പാലിക്കണം എന്നാണ്. അതിന് പക്ഷേ പ്രത്യേക ബുക്കൊക്കെ വെച്ചിട്ടുണ്ട്. പഞ്ചായത്തിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ചെല്ലുമ്പോൾ ഇനി അത് അവർക്ക് പണിഷ്മെൻ്റായിട്ട് വരുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഹരിതകർമ്മ സേന ആ വാർഡിലുള്ള ആളായിരിക്കും. അവർക്കാണെങ്കിൽ ഈ വീട്ടുകാരെ കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്യാനും പേടിയാണ്. കാരണം അവരെ നമ്മൾ അറിയുന്നില്ലേ, എന്നും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ എങ്ങനെ ചെന്ന് പരാതി പറയുമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും പരാതി പറയണം. ഇനി എത്ര അറിയുന്ന ആളാണെങ്കിലും നമ്മുടെ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ അത് പഞ്ചായത്തെ അറിയിക്കുക തന്നെ വേണം. കൂടുതൽ പൈസയൊന്നുമില്ലല്ലോ, 50 രൂപയല്ലേ. ഒരു സ്ത്രീ അവർ എത്ര വട്ടം വന്ന് കയറിയാലും 50 രൂപ തരത്തില്ലെന്ന് പറയാൻ എന്താ? 50 രൂപ ഇല്ലാത്ത ഇപ്പം ആരുമില്ല. ഒരു മാസത്തിൽ ഒരു 50 രൂപ നമ്മുടെ വീട്ടിലെ പ്ലാസ്റ്റിക് എടുത്തുകൊണ്ട് പോകുന്ന ആൾക്ക് കൊടുക്കുക ഇത്ര മടി എന്തോ? അങ്ങനെയുള്ളവർക്ക് കർശനമായ ശിക്ഷ കൊടുക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞു, നീ തീർച്ചയായിട്ടും ഇയാൾ ചെന്നിട്ട് അവിടെ പരാതി പഞ്ചായത്തിൽ എഴുതണമെന്ന് തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2-3 പേർക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കിട്ടുമ്പോൾ അവർ തനിയെ കൊടുത്തോളൂ. അതേസമയം ചില ആൾക്കാരുണ്ട് നല്ല രീതിയിൽ പ്ലാസ്റ്റിക് സൂക്ഷിച്ച് വെച്ച് അവർ കറക്റ്റിന് 50 രൂപ കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. യാതൊരു ബുദ്ധിമുട്ടുമില്ല, വിളിച്ച് കൊടുക്കുന്നവരും ഉണ്ട്. അങ്ങനെ വേണമെന്നാണ് എൻ്റെ. അവർ ഒരുപാട് ഹരിതകർമ്മ സേന അംഗങ്ങൾ എല്ലാ വീട്ടിൽ നിന്നും കടകളിൽ നിന്നും ഒക്കെ മാലിന്യങ്ങൾ നീക്കുന്നതിൽ പഞ്ചായത്തിന് വളരെയധികം ഉപകാരപ്രദമായ രീതിയിലാണ് അവരിപ്പോൾ ചെയ്യുന്നത്. അതുപോലെ ഇതെല്ലാം വേർതിരിക്കുന്നതും എല്ലാം അവരുടെ ആരോഗ്യം പോലും കാത്തു സൂക്ഷിക്കാതെയാണ് അവർ ഇതിലെല്ലാം ഏർപ്പെട്ടിരിക്കുന്നത്. അതിന് നമ്മൾ നല്ല പ്രചോദനം കൊടുക്കണം. അതുപോലെ എല്ലാ ആൾക്കാരും അതിൽ സഹകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നീട് ഈ വേസ്റ്റ് കൊണ്ട് വഴിയിൽ തട്ടുന്ന ആൾക്കാരെ കുറിച്ച് ഇനി എന്ത് നമ്മൾ പറഞ്ഞാലും, എത്രയൊക്കെ പറഞ്ഞാലും അവർക്കൊരു ഹോബി പോലെ, അവർക്കൊരു മനസന്തോഷം പോലെയാണ്. അവർക്ക് നല്ല ശിക്ഷ കൊടുക്കണം. 1-2 പേർക്ക് നല്ല ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവസാനിക്കത്തേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അങ്ങനെ വേസ്റ്റ് കളയുന്നവരെ കർശനമായിട്ട് പിടിച്ച് അവർക്ക് നല്ല ഒരുപാട് ആ സ്ഥലത്തൊക്കെ തിരിച്ചടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. രാത്രികാലങ്ങളിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോഴാണല്ലോ അവരിത് കൊണ്ടുവരുന്നത്. എങ്കിലും 1-2 ഇടത്തൊക്കെ കണ്ടെത്തി അത് വീണ്ടും അത് വാരിപ്പിച്ച് കൊണ്ടുപോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നീട് ഇപ്പോഴത്തെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കുടിക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പിയാണ്. ഈ 10 രൂപയുടെ കുപ്പി, അതേപോലെ നമ്മൾ വെള്ളം മേടിക്കുന്ന ബോട്ടിലുകൾ, അതൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ബോട്ടിൽ എത്ര എണ്ണം ഉണ്ടെങ്കിലും അവിടെ നമ്മളിപ്പം ഈ പൈസ എടുക്കുന്ന അതേപോലെ ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ ഈ കുപ്പി അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ 2 കുപ്പി ഇട്ട് കഴിഞ്ഞാൽ 2 കുപ്പിയുടെ പൈസ, ഒരു തുക നമുക്ക് അതിൽ കൂടെ കിട്ടും. ATM കാർഡ് ഇട്ട് നമ്മൾ പൈസ എടുക്കുന്നത് പോലെ കുപ്പികൾ ഇട്ട് കൊടുത്താൽ മതി. എത്ര കുപ്പി ഇടുന്നു അതിനനുസരിച്ച് നമുക്കൊരു നിശ്ചിത തുക, അവിടുത്തെ ഒരു നാണയം, അവിടുത്തെ ഒരു ചെറിയ പൈസ നമുക്ക് കിട്ടും. അപ്പോൾ അത് പ്രോത്സാഹിപ്പിക്കുന്നത് വഴി ആൾക്കാർ എവിടെ കുപ്പി കിട്ടിയാലും അത് കൊണ്ടുവന്ന് അവിടെ ഇടുകയും ചെയ്യും, അതിന് പൈസ കിട്ടുകയും ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ അത്രത്തോളമൊന്നും നമ്മുടെ നാട് പുരോഗമിച്ച് വരുന്നതല്ലേ ഉള്ളൂ. അന്നേരം ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഞാൻ പറയുന്നത്, എത്ര ആയാലും നമ്മുടെ നാട് ഒരു വീട് നന്നായാൽ മാത്രമേ ഒരു നാട് നന്നാവുകയുള്ളൂ. വീട്ടിൽ എങ്ങനെയുണ്ട് വൃത്തി എന്നനുസരിച്ചിരിക്കും നമ്മുടെ നാട്ടിലെ വൃത്തി. അതുകൊണ്ട് ആ വീട്ടിൽ ആ കുട്ടികളെ കുഞ്ഞുനാൾ മുതലേ നമ്മൾ ആ വൃത്തി പഠിപ്പിച്ചു വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിലും ആ വൃത്തി അവർ കാണിക്കത്തുള്ളൂ.
മലയാളികൾ നന്നായിട്ട് കുളിക്കും, നന്നായിട്ട് വൃത്തിയുള്ള ആഹാരം കഴിക്കത്തുള്ളൂ, എല്ലാം ശരിയാണ്. പക്ഷേ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മലയാളികൾ വളരെ പിന്നോട്ട് പോകുന്ന ഒരവസ്ഥ ചിലപ്പോൾ കാണാറുണ്ട്. എല്ലാവരും അല്ല, ചില ആൾക്കാർ. അവരും കൂടെ ഇത് മുന്നിട്ട് അവരും കൂടെ അത് മാറ്റിയെടുത്ത്, അവരുടെ സ്വഭാവം മാറ്റിയെടുത്ത് എങ്ങനെയെങ്കിലും വേസ്റ്റ് നമ്മുടെ വീടുകളിൽ തന്നെ സംസ്കരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യുക. ഇപ്പോൾ പച്ചക്കറിയുടെ വേസ്റ്റ് ആയാലും വീട്ടിൽ കഞ്ഞി, ചോറ്, എല്ലാ വേസ്റ്റുകളെല്ലാം കൂടെ നമ്മൾ ശേഖരിച്ച് വെച്ചിട്ട് അതൊരു മാലിന്യ പ്ലാന്റായിട്ട് ചെയ്തിട്ട് അത് നമുക്ക് ചെടികൾക്കൊക്കെ ഇടാം. ചകിരിച്ചോറ് ഇട്ട് കൊടുത്താൽ മതി. അതിന് മേളിൽ നല്ല വളമായിട്ട് കിട്ടും. ഞാനങ്ങനെ സൂക്ഷിച്ച് നല്ല വളമാക്കി എൻ്റെ ചെടികൾക്കും വെണ്ട, പയറ്, പച്ചക്കറി കൃഷികൾക്കെല്ലാം, അതേപോലെ തെങ്ങിൻ്റെ മൂട്ടിലും ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്കത് നല്ലൊരു വളമായിട്ട് ഉപയോഗിക്കാം. അതേപോലെ ഇതേപോലത്തെ പ്ലാസ്റ്റിക് വേസ്റ്റുകളെല്ലാം സൂക്ഷിച്ച് കുപ്പി, അതേപോലെ പഴയ തുണി, അതെല്ലാം ശേഖരിച്ച് വെച്ച് നമുക്ക് ഇതേപോലെ ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ വരുമ്പോൾ കൊടുത്ത് നമ്മുടെ വീട്ടിൽ നിന്നുള്ള ഇതേപോലെയുള്ള വേസ്റ്റുകളെല്ലാം നമുക്ക് കളയാവുന്നതാണ്. എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കണം. അതല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ വേസ്റ്റ് കൊണ്ട് റോഡുകളിലൊക്കെ കളയുന്ന രീതി ഇനിയെങ്കിലും അവസാനിപ്പിക്കുക. പണ്ടൊക്കെ കാടുകളും പൊന്തക്കാടുകളും പിന്നെ ആൾതാമസം ഇല്ലാത്ത വസ്തുക്കളും ഒക്കെ കിടക്കുന്നതിലോട്ട് കൊണ്ട് ആൾക്കാർ ഇടുമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മറ്റൊരു രോഗങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതേപോലത്തെ വേസ്റ്റുകളാണ്. അതുപോലെ തെരുവ് നായ്ക്കളെല്ലാം അത് കടിച്ച് വലിച്ച് അവിടെ എല്ലാം ഇടുന്നുണ്ട്. നമ്മുടെ നാട് നല്ല രീതിയിൽ വരുത്തണം, നമ്മൾ തന്നെ ശ്രമിക്കണം. അതുകൊണ്ട് നമ്മളെല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ കണ്ട കാര്യമായതുകൊണ്ടാണ് ഇപ്പോൾ വന്ന ഉടനെ ഇതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതിയത്. എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്ന ആൾക്കാർ കമൻ്റ് ഇടുക, വിയോജിക്കുന്നവരും ഇടുക. എല്ലാ കമൻറ്റുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരട്ടെ. അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും നമ്മുടെ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ നാടിൻ്റെ വൃത്തി ഉള്ള ഒരു സംസ്ഥാനമായി നമ്മൾ മാറുന്നതിന് വേണ്ടിയിട്ടും എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പ്രയത്നിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇത്രയൊക്കെയുള്ളൂ ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ. മറ്റു വിഷയമായി നാളെ കാണാം. ബൈ.